ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പ്രതാപനോട് എല്ലാം തുറന്നു പറയും. എന്നിട്ടേ എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് പുറത്താക്കും. എന്താ ഒരു ബഹളം? നോക്കാം. ദൈവമേ, ഇവരിവിടെ നടന്ന സത്യങ്ങളെല്ലാം ഇവനോട് പറയൂ. എന്താമേ, വഴക്കെന്തേലാണോ? പ്രതാപനോടെല്ലാം തുറന്നു പറയണോ? വേണ്ട, ഒന്നും ഇപ്പൊ പറയണ്ട. എന്തായാലും ഇവൾക്ക് ഒരവസരം കൂടി കൊടുക്കാം. എന്താമേ? പ്രതാപ, യാമിനിയുടെ മനസ്സിന് ഡിപ്രഷൻ പെട്ടെന്ന് മാറിയില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങൾ എഴുതി എന്തോ വഴക്കാണെന്ന് അല്ലേ രാജു? സത്യത്തെ ഞാനും പേടിച്ചുപോയി. എന്താമേ, വേണൂട്ടിനും കുടുംബം അവിടെ വന്നിരിക്കുകയല്ലേ? അപ്പൊ അമ്മയും ചേച്ചിയും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ? യാമിനിയുടെ അസുഖം മാറിയ സന്തോഷത്തിൽ ഞങ്ങൾ അല്പം സംസാരിച്ചിരുന്നു പോയി. അത് മറ്റൊന്നുമല്ല പ്രതാപ, യാമിനിയുടെ രോഗം പെട്ടെന്ന് മാറിയതേ നമ്മുടെ പരദേവതയുടെ അനുഗ്രഹം കൊണ്ടാ. ഈ വീട്ടില് പരദേവതയെ പ്രീതിപ്പെടുത്താൻ ഒരു പൂജ ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു. പൂജയോ? എന്ത് പൂജ? അല്ല, ഒരു സർവേശ്വരി പൂജയും ഒരു മഹാഗണപതി ഹോമവും നടത്തിയാ മതി. അത് നല്ല കാര്യം, നടക്കട്ടെ. ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ താഴേക്ക് വാ. ഞങ്ങൾ ഇപ്പൊ വരാം, നിങ്ങൾ ചെല്ല്. ശരി രാജു. അവസരത്തിനൊത്ത് എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാം. യു ആർ എ ബോൺ ക്രിമിനൽ. ഒരു ചാൻസ് കൂടി ഞാൻ നിനക്ക് തരിക. അത് നിന്റെ അച്ഛനെയും പ്രതാപനെ ഓർത്ത് മാത്രമാ. ഇനി ഇതുപോലെ ഈ കുടുംബത്തില് എന്തെങ്കിലും ദ്രോഹം ചെയ്യാൻ ശ്രമിച്ച ഹോമം നടത്തുന്നത് വീട്ടിനകത്തായിരിക്കില്ല, നിന്റെ തലയിലായിരിക്കും. നിന്റെ തലയിൽ ഇഷ്ടിക ഞാനങ്ങ് അടുക്കും. എന്നിട്ട് ഒരു ഹോമകുണ്ടം ഞാനങ്ങ് ഒരുക്കും. വിറകിട്ട് കത്തിച്ച് നെയ്യൊഴിച്ച് ഒരു അന്ധകാര ഹോമം അങ്ങ് നടത്തും. മനസ്സിലായോടി? ഞങ്ങള് പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് ജീവിച്ച നിനക്കും നിന്റെ തലതെറിച്ച മകനും കൊള്ളാം. ഇല്ലെങ്കി എല്ലാം പറഞ്ഞതുപോലെ. എങ്ങനെയുണ്ട്? സന്തോഷായോ? ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാ. ഒറിജിനൽ വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അമ്മമ്മേ, വിറച്ചു പോയല്ലേ? കുടിക്കാൻ വെള്ളം വേണോ? അകലെ